എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് അച്ചു ഇങ്ങി വരും. അവളെ അടുത്ത് എങ്ങനെയെങ്കിലും എന്റെ ഇഷ്ടം പറയണം. അവളെ എനിക്ക് കല്യാണം കഴിക്കണം. മാമന്റെ വീട്ടിൽ എത്തി കേട്ടാ. കുഴപ്പമൊന്നുമില്ല മാമ. അച്ചു ഇതുവരായിട്ട് വന്നിട്ടില്ല. ഇല്ലല്ല, അച്ചുവിന് ഒരു കുറവും വരത്തില്ല. ഇവിടെ എല്ലാം സെറ്റാണ് മാമ. ആര് അവനാ? അവ എവിടെ വെള്ളം അടിച്ച് നടക്കുന്നത്? ഇല്ല മാമ, ഞാനും വന്നിട്ടുണ്ട് മാമ. വന്ന് ഇപ്പൊ എവിടെ നിന്ന് വന്ന് കയറി മാമ? ശരി മാമ, ശരി. അച്ചു സേഫ് ആണ്. ശരി അമ്മ, ഓക്കെ. നാളെ വരണ്ട, മറ്റന്നാ വന്നാലും മതി. ശരി. നിന്റെ തന്നെ കൊണ്ടുപോടാ. അതല്ല, അച്ചു വരുമല്ലേ, അവക്ക് പുതയ്ക്കാൻ വേണ്ടി. അവക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാ. നീ അല്ലടാ ബ്ലൂവിന്റെ ആള്. കൂടുതലാണ്. നീ വീട്ടിൽ പോണേ, സന്ധ്യ ആയില്ലേ? നീ വീട്ടിൽ കയറി. നീ പറയുമ്പോ പോവാൻ ഞാൻ നിന്റെ വീട്ടിൽ വളർത്തുന്ന കോഴിയാടാ. അതല്ല, നീ വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഞാൻ പോകത്തില്ല. എന്റെ മുറപ്പെണ്ണ് ഇങ്ങോട്ട് വരെയാണ്. അപ്പൊ എന്റെ അടുത്ത് അമ്മാവൻ പ്രത്യേകിച്ച് പറഞ്ഞു നീ ഇവിടെ കാണണമെന്ന് പറഞ്ഞു. അയ്യാ, എന്റെ മുറപ്പെണ്ണ് തന്നെ. എടാ, നിനക്ക് വേറെ ഒരു പ്രേമം ഇല്ലായിരുന്ന ഒരു നേഴ്സ് പെണ്ണില്ല? ആ പെണ്ണിന്റെ പുറകെ പോടാ. അത് 6 മാസം മുമ്പേ ആ നേഴ്സ് പെണ്ണുമായിട്ടുള്ള ലൈൻ പൊളിഞ്ഞ്. അവിടെ നേഴ്സാണല്ലോ. അപ്പൊ ഒരു ദിവസം ഞാൻ പനിയാണെന്ന് പറഞ്ഞ ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് എവളാ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ഏണിനാണ് ഇഞ്ചക്ഷൻ. ഇപ്പൊ ഏണിന് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ താത്താണല്ലോ കൊടുക്കുന്നത്. അവളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊക്കി നിന്ന്. പിന്നെ കാണുന്നത് മജീഷ്യന്മാര് കത്തിക്കെറിയൂലേ, അതുപോലെയാണ് ഓരോ നേഴ്സുമാർ സിറിഞ്ചിനെടുത്ത് കയറ്റിയത്. ഇതോടുകൂടി നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കണം. നന്ദി, നമസ്കാരം, താങ്ക് യു. എടാ, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ കണ്ണി കണ്ട പെണ്ണുങ്ങളെ പറയുന്നത് ഞാൻ പോകത്തില്ല. ഞാൻ അച്ചുവിന്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ. കാരണം അച്ചുവും ഞാനുമായിട്ട് കൊച്ചിലെ പുഴയിൽ നമ്മൾ രണ്ടും കൂടെ രാവിലെ ഇങ്ങനെ കുളിക്കാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ ഇരുന്ന് അച്ചു കുളിക്കുന്നത് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, കുളിസിയും കണ്ടത് കാവ്യാത്മമായിട്ട് പറഞ്ഞു കൊള്ളിക്കണണ്ട വൃത്തിയായിട്ടത്. അതല്ല, അച്ചു വരുമ്പോ അവർക്ക് സന്തോഷമുള്ള എന്തോ കൊടുക്കും. ഞാൻ അവർക്ക് സന്തോഷമുള്ള സംഭവം കൊടുക്കാൻ ഞാനുണ്ട്. എന്തോ ഞാൻ കൊടുത്തോളാം. ഞാൻ നല്ലതാണ്, അടിപൊളി ഫ്രഷ് ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. എടാ, ഒരല്ലി അത് ആഭരണം എടുക്കാൻ പോയി. എന്തത് അല്ലിയല്ല, ഒരു ഓറഞ്ചിന്റെ അല്ലി വേണോ? അയ്യോ, എവന്റെ കാഴ്ച കളഞ്ഞ്. അയ്യോ, അച്ചു ഇവിടെ വന്നത്. അച്ചു കൊണ്ട് അവിടെ നിന്നാണ് ക്ഷീണിച്ച്. നന്നായിട്ടിരിക്കുന്നു. അകത്തോട്ട് പോയി. അയ്യോ, കണ്ണിൽ എണ്ണ എന്തോ വെച്ച് അടിച്ചു തന്നിയവ. എന്റെ കണ്ണിൽ എത്ര വീട്, എന്റെ കണ്ണിൽ എത്ര വീട്. എനിക്ക് കാണാൻ പറ്റില്ല. ബാംഗ്ലൂരിലുള്ളവർക്കും വന്ന് രക്ഷപ്പെടുത്താമേ. ആടാ, ബീഡി വലിച്ചിട്ടൊന്ന് നീ ആയിരുന്നു. നീ ഇത്തിരി വന്ന് കയറി. ഞാൻ അവളെ വിളിച്ച പോടനെ അതിന്റെ ഇടയിൽ വന്ന് കയറിയതിനാണ്. എനിക്കും അവനും കൂടെ കൊടുക്കാം. ആ ജീവിതം എനിക്കും കൂടി വേണം. നിനക്ക് അച്ചു, വെൽക്കം. സ്മാൾ ഹൗസ്, ബ്യൂട്ടിഫുൾ ഹൗസ്, അവർ ഹൗസ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അവന്റെ കുറെ ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ അവൻ കുറെ ഇംഗ്ലീഷ് അങ്ങ് പറയും. എന്താ ഇംഗ്ലീഷ് വീഡിയോ? അത് ഞാൻ രാത്രി ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സംഭവങ്ങൾ ഇരുന്ന് പഠിക്കാറുണ്ട്. അതവൻ കാണും. അതാ ഒന്നോട്ട് ഇംഗ്ലീഷ് ഞാനൊന്ന് കേക്കട്ടെ. കമോൺ ബേബി. അയ്യോ, പൂർത്തിയായി. മുടിയുള്ള ജോണി മാറങ്ങോട്ട്. അല്ല, രാശേട്ടൻ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചൂടെ? ഇല്ല, എനിക്ക് ഉള്ളി മലയാളമാണ് ഇഷ്ടം. തെറ്റ് ചെയ്യാത്തവരൊട്ട് ആരുണ്ട് പോകും. എങ്ങനെയുണ്ട് ബാംഗ്ലൂരൊക്കെ? എങ്ങനെയുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്നത്? such a beautiful place, you know? Variety foods, so many lovely people, and lovely clothes. മനസ്സിലായോ? സോമന്റെ പുക്കളിൽ എന്താ കുഴപ്പമെന്നാണ് പറഞ്ഞത്? അതിന് നമ്മളത് പറഞ്ഞത് എന്തോ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തോ നിങ്ങൾ അടക്കം പറഞ്ഞില്ല. എന്തോ നിങ്ങൾ അടക്കം പറഞ്ഞില്ല. എന്നോട് കൂടെ പറ. അച്ചുവിന്റെ കുട്ടിക്കാലത്ത് ഒരു വികൃതികൾ നമ്മൾ പറയായിരുന്നു. അന്ന് നമ്മള് അരിയും കറി കളിക്കുമ്പോഴേ അച്ചു ആണെങ്കിൽ മണ്ണുമാരി തിന്നും, മഴവെള്ളം കുടിക്കുമായിരുന്നു, പിന്നെ വണ്ടിനെ പറക്കി തിന്നും. അതൊക്കെ കുഞ്ഞിനല്ലേ ഏട്ടാ? പോണൊരു വണ്ട് കുഞ്ഞിലല്ലേ? ഇപ്പോഴും കണ്ടാ പറക്കി തിന്നും. എവള് ബാംഗ്ലൂരിൽ ഇത് തന്നെ പരിപാടി കേട്ടോ. കളിയാക്കി ഞാൻ പിണങ്ങി കേട്ടോ. പിണങ്ങരുത് കേട്ടോ. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അച്ചുവിന് പണ്ട് മാമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ മൂവാണ്ടമ്മാവിന്റെ മോളിൽ കയറി മാങ്ങ പറിച്ചു തന്ന ഓർമ്മയുണ്ടോ? ഇളനീര് വേണമെന്ന് പറഞ്ഞപ്പോ തെങ്ങിന്റെ മോളിൽ കയറി ഇളനീര് പറിച്ചു തന്ന ഓർമ്മയുണ്ടോ? ഒരിക്കൽ രാജമാമന്റെ പുരയിടത്ത് കയറി കൊക്കോക്കാ പറിച്ചു തന്നതും. കൊക്കോക്കാ അത് ഒരു സൈസ് കായാണ്. നിനക്ക് ഓർമ്മയില്ലല്ലോ, നീ കൊച്ചുതല്ലേ, നീ ഒരുപാട് തിന്നത്. പഴയ കാര്യങ്ങളൊക്കെ വിട്. പിന്നെ എന്തുണ്ട് ഇനി? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താ, പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടി. അച്ഛൻ പറഞ്ഞു എനിക്ക് നാട്ടിലൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. എവിടെ പോന്ന് ഒറ്റക്കാക്കിട്ട് പോയല്ല, നാണം കൊണ്ടവ അങ്ങെത്തി. ബാംഗ്ലൂരിൽ നിന്ന് നല്ല ക്ഷീണം. എനിക്ക് ഒന്ന് കിടന്നാ മതി. ഞാൻ പെട്ടെന്നൊന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ, സ്ലീപ് വെൽ.
അതെന്തരും നിനക്ക് ഇംഗ്ലീഷ് അല്ലേ അറിയൂ, കന്നഡ എനിക്കറിയാം. ഉമ്മ എന്ന് പറഞ്ഞ കേട്ടു. ഉമ്മുക്കുലുസ് ബാതുണ്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞേക്കണമെന്ന്. ആ, അതാണ് അതിന്റെ അർത്ഥം. കിടക്കുന്നില്ലേ? കിടക്കുവാ. ഉമ്മുക്കുലുസ് വാതുണ്ടി. ഓ, ഉമ്മുക്കുലുസ് അവനാ. പോലീസ് വാതുണ്ടി. അയ്യോ. അജിത്തേ ഉറങ്ങി. ഇനി ഉമ്മുക്കുലുസ് ബാതുണ്ടി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥം കാണൂ? യവൻ ചിലപ്പോ എനിക്ക് മുന്നേ പോയിട്ട് ഇഷ്ടം പറയുവോ? അവന് മുന്നേ എനിക്ക് പോയി പറയാം. അതെ എന്തൊരു പരിപാടി? മേശിരി വിളിച്ച് രാത്രി എങ്ങാണ്ട് കോൺക്രീറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരാൾക്ക് സിമന്റ് വന്നേക്കുന്നത് അവിടെ. സമരത്തില സിമന്റ് വരൂല. ആണോ? എന്ത് വേണം? സിമന്റ് ഇറക്കണ്ട, അവിടെ പോയി കട. നടന്നില്ല. ഇറക്കിക്കോളാൻ വയ്യ, അത് എന്റെ സ്ഥലമല്ലേ. ഉമ്മക്കൊലുസ് ബാതുണ്ടി, അത് എന്തൊരു തുണ്ടിയാണ് എന്തോ. എവിടെ പോന്ന് മുട്ടില്ല? എവിടെ? അല്ല, നീ നേരത്തെ ഒരു കോൺക്രീറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവിടെ എത്തി വെള്ളം വേണമായിരുന്നു, അങ്ങനെ വെള്ളം എടുക്കാൻ പോയത്. നിന്റെ ഈ രാത്രിയുള്ള വെള്ളം എടുപ്പ് ഭയങ്കര കൂടുതലാണ്. പണിയില്ല, പോയി കിടന്നുറങ്ങാൻ നോക്ക്. തന്നെ? ആ ശരി, പോയി പോതച്ച് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അയിത്തേ ദൈവമേ, യവൻ ചിലപ്പോ എവളെ എന്നിൽ നിന്ന് തട്ടിയെടുക്കും. അതിനു മുമ്പ് യവനെ കൊല്ലണം. ഉമ്മക്കുലുസ് ബാതുണ്ടിക്ക് വേണ്ടി ഞാൻ എന്റെ കൂട്ടുകാരനെ കൊന്നു. എന്താണ് വിഷയം? നീ ചത്ത്, ഞാൻ കൊന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്നെ കൊന്നത്. കുറച്ചു മുമ്പ് കൊന്നായിരുന്നു, നോക്കണമായിരുന്നു. എന്തിനാടാ എന്നെ കൊന്നത്? എവക്ക് വേണ്ടി ഞാൻ നിന്നെ കൊന്നടാ. ഞാൻ എന്ത് തെറ്റാടാ ചെയ്ത? എവിടെന്നാ വന്ന ഒരുത്തിക്ക് വേണ്ടി നീ ഒരു ചോരയല്ലേടാ നമ്മള്? ഉമ്മക്കുലുസ് ബാതുണ്ടി. നിന്റെ ഉമ്മക്കുലുസ് ബാതുണ്ടി എനീടാ അവിടെ നിന്ന്. ഈ ഉമ്മക്കുലുസ് ബാതുണ്ടിക്ക് വേണ്ടി നീ എന്നെ കൊല്ലു അല്ലടാ? അച്ചു എന്റെയാ. അച്ചു എന്റെയാണ്. ആമാൻ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. നീ ഇത് എന്നെ എവിടെ കൊണ്ടുപോണു? എവിടെ കൊണ്ടുപോണു? എവിടെയെങ്കിലും ഭിത്തിയിൽ ചേർത്ത് വെച്ചിരിക്കാം. ഭിത്തി ഇവിടെ ഇല്ലല്ലോ. പിന്നെ അവിടെ കാണോ ഭിത്തി? ആ സൈഡ് ഭിത്തിയുണ്ട്. പോടാ. യവനെ അടിക്കാൻ നോക്കി. എന്തിന്? നമ്മളിൽ ആരെയാണ് അച്ചു കെട്ടാൻ പോണത്? ഇപ്പൊ നമുക്ക് അറിയണം. മാമനും പറഞ്ഞത്. ഓ, അത് എന്നാ ഞാൻ തന്നെ കെട്ടട്ടെ. അപ്പൊ എന്നെയോ? എന്നാ രാശേണ്ണ കെട്ടട്ടെ. എന്നെ കെട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ കെട്ടിയട്ടെ. രണ്ടുപേരും കൂടെ എങ്ങനെ? രണ്ടുപേരും ചിലപ്പോ ബാംഗ്ലൂരൊക്കെ അങ്ങനെ ആയിരിക്കും. അറിയാൻ പറ്റൂല. അതൊന്നും എനിക്ക് പറ്റത്തില്ല. ഏതെങ്കിലും ഒരാളെ കെട്ടിയാ മതി. എന്നാ രാശേണ്ണ ആദ്യം കെട്ടാം. എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് തന്നെ ഞാൻ കെട്ടാം. നീ ഏതെങ്കിലും ഒന്നിൽ ഇല്ല, നമ്മുടെ രണ്ടുപേരും നമ്മുടെ മൂന്നര കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. നമ്മളെ കാണല്ലേ പറഞ്ഞിട്ടുണ്ട്. എന്തോടാ ഏതെങ്കിലും ഒരാളെ കെട്ടണം, അത് പറ. അത് ഞാൻ ബാംഗ്ലൂരിൽ പോയി എന്തോ വലിച്ചു കയറ്റി പ്രാന്തായി വന്നേക്കോട്. കെട്ടോ? ഇല്ല, ഇതാണോ കെട്ടും എന്ന് പറഞ്ഞത്? സർപ്രൈസ് ആയില്ലേ? ആയോ? ഇനി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആരൊക്കെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം? അവരുടെ നെഞ്ചത്ത് ഞാനിപ്പോ എന്റെ പേര്. യവനാണ് ഇവ എപ്പോഴും പറയും. നിന്റെ അല്ല, കണ്ണിലറിയാം. ചേട്ടന്റെ കണ്ണിലുണ്ട് എന്നെ പച്ച കുത്തട്ടെ. ഞാൻ ഒരു പിച്ചാത്തി എടുത്തോണ്ട് വന്നേ ഇവിടെ എന്റെ പേര്. എന്നാലേ നല്ല മൂർച്ചയോടുകൂടെ എഴുതണ്ടേ പേര്. സർപ്രൈസ് തരും എല്ലാം. പ്രാന്തടാ. എടുക്കാൻ വന്ന് എങ്ങനെയും അഴിച്ചു വിട്ടിട്ട് പോവാൻ നോക്കണം. മൂർച്ചയുള്ളത് കിട്ടി. എവിടെ എവിടെ പോയോ എന്റെ പൊന്നു ദൈവമേ? ഹലോ, റോക്കി, ഞാൻ വന്ന് കയറിപ്പോ 2 ബാറിനും ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞിട്ടല്ല, അച്ഛൻ നേരത്തെ വിളിച്ച് പറഞ്ഞത് എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ. എന്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു വിട്ടെന്നറിയാവോ? പോയി. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ റോക്കി വണ്ടിയായിട്ട് വരുന്നു. അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. ഓക്കെ, ഡൺ.
ഓക്കെ ഡീൽ. പഞ്ചകി അവള് നമ്മളെ പറ്റിച്ചതാ. അയ്യോ അയ്യോ പേടിച്ചു പോയി. ഇപ്പൊ എഴുത ഞാൻ പേര്. എഴുത്, ഇവിടെ എഴുത്, ഇവിടെ എഴുത്, എവിടാന്ന് വെച്ച് എഴുതു. പേരെഴുതും പേരെഴുതും. പേര് ഇവിടെ കണ്ണില് 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 എഴുതു, പെട്ടെന്ന് എഴുതു. സമയം പോണു, പെട്ടെന്ന് എഴുതു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നും പറയാനില്ല. ഇല്ല, ഞാൻ നമ്മള് നേരത്തെ ഇവള് പറഞ്ഞല്ലോ 3 പേരും ഫസ്റ്റ് നൈറ്റ്. ഓക്കെ, അതെങ്കി അത് ആദ്യം. ഓക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, please. അല്ല ഞാൻ ഇനി ഞാൻ സത്യമായിട്ടൊരു സത്യം പറയാം. എന്താ? ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. പറ്റിച്ചതാണോ? അതെ 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 അതെ. മനസ്സിലായതേ ഇല്ല. ഇതെന്തൊരു അവള് പറ്റിച്ചതാണെന്ന്. അയ്യോ പേടിച്ച് പേടിച്ച് പറ്റിച്ച് ഭയങ്കര പറ്റീരായി. അതെ 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 അതെ. വെള്ളത്തിലെടുത്ത ചെബുക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. ബാംഗ്ലൂര് പോയി ഇവിടെ അയ്പത്തരവും പഠിച്ചോണ്ട് എടി അവൻ ചിലപ്പോ മണ്ടനായിരിക്കും. അല്ല, ഇവൻ മണ്ടനായിരിക്കും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. ആരടി അവ? പറയാം, റോക്കി എന്റെ ലവറാണ്. ഇപ്പൊ അവൻ എന്നെ കാണാൻ വരും. റോക്കി ഇവിടെ വന്ന് ഞാൻ കെട്ടിയിരിക്കും. അപ്പൊ എന്റെ റോക്കിയുടെ കല്യാണമൊന്നുമില്ല, നിന്നെ റോക്കാൻ കൂടി ഇവിടെ ഞങ്ങൾ കെട്ടിയിടുവോ? അപ്പൊ എന്റെ റോക്കി വരുമ്പോ ഞാൻ എന്താ പറയും? ഉമ്മ വാതുണ്ടി.